നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജഡ്ജി തൂക്കുകയർ വിധിക്കുമ്പോഴും നിർവികാരയായി നിൽക്കുകയായിരുന്നു ഗ്രീഷ്മ. ഒരു മരവിപ്പായിരുന്നോ അതോ എല്ലാം അവസാനിച്ചു എന്നുള്ള ആ ഒരു ചിന്തയാണോ ആ നിമിഷം അവരെ വേട്ടയാടിയത്? എന്തോ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചെയ്ത തെറ്റിൽ ഒരു പശ്ചാത്താപം പോലും ഗ്രീഷ്മയുടെ മുഖത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കോടതി വളപ്പിൽ മറ്റു ചില നിർണായക നീക്കങ്ങളാണ് അല്ലെങ്കിൽ നാടകീയ രംഗങ്ങളൊക്കെയാണ് നടന്നത്. ഷാരോണിന്റെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് കോടതി വളപ്പിലുണ്ടായിരുന്നു. അവരെല്ലാം ഗ്രീഷ്മയ്ക്ക് നേരെ ശാപവാക്കുകൾ ചൊരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ജനങ്ങളെ രോഷം കൊള്ളിക്കുന്നതായിരുന്നു. അതായത്, തനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, ഇനി എനിക്ക് പഠിക്കണം, ശിക്ഷയിൽ ഇളവുണ്ടാകണം, ഇളവ് തരണം എന്നൊക്കെയുള്ള അപേക്ഷ. ഒന്ന് ഓർത്തു നോക്കണം, അവർ ചെയ്ത തെറ്റെന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ച് ഒരു ചെറു കണികയുടെ പോലും ഒരു പശ്ചാത്താപം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ വക്കീൽ അവസാന നിമിഷം വരെ എന്താണ് ശ്രമിച്ചത്? ഷാരോൺ തെറ്റുകാരനാണ്, ഗ്രീഷ്മയെ വേട്ടയാടി സഹി കെട്ടിട്ടാണ് ഗ്രീഷ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് വാദിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അതായത്, കുറ്റക്കാരൻ ഷാരോൺ ആണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഷാരോൺ ഒരു വൃത്തികെട്ടവനാണ് എന്നുള്ള തരത്തിലേക്ക് വരെ ചിത്രീകരിക്കാനുള്ള നീക്കമാണ് അവസാന നിമിഷം വരെയും ഈ ഗ്രീഷ്മയുടെ വക്കീൽ ചെയ്തു കൂട്ടിയത്. എന്നാൽ ഷാരോൺ ഗ്രീഷ്മയെ അടിച്ചു എന്ന് പറഞ്ഞതിനും ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയുന്നതിനും ഒന്നും തെളിവ് കൊണ്ട് ഹാജരാക്കാൻ ഗ്രീഷ്മയുടെ വക്കീലിന് കഴിഞ്ഞില്ല. ഒന്ന് ഓർത്തു നോക്കണം, 11 ദിവസത്തോളം വെള്ളം പോലും കുടിക്കാനാകാതെയാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. അത്രത്തോളം ക്രൂരതയാണ് ഈ ഗ്രീഷ്മ ഷാരോണിനോട് കാണിച്ചത്. ഇത് മാത്രമല്ല, ഈ 11 ദിവസത്തോളം, അതായത് ഷാരോൺ മരിക്കുന്നതിന് മുൻപ് വരെ ഗ്രീഷ്മയുമായി ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഒരു നിഷ്കളങ്കയെ പോലെയാണ് ഇവർ പ്രതികരിച്ചതൊക്കെ. എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ കോടതി വളപ്പിൽ വലിയ രീതിയിലുള്ള ശാപവാക്കുകളാണ് ഗ്രീഷ്മയ്ക്ക് നേരെ ഉയർന്നത്. ജയിലിലേക്ക് നീ ചെല്ല്, അവിടെ നിനക്ക് പലതും കാത്തിരിപ്പുണ്ട് എന്നാണ് പലരും വിളിച്ചു പറഞ്ഞത് ആ കോടതി വളപ്പിൽ നിന്ന്. ആ കഷായത്തിന്റെ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ബലമായി പിടിച്ചു വെച്ച് അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരിറ്റു വെള്ളം പോലും കുടിക്കാനാകാതെ തീരട്ടെ ഈ അസുര ജന്മം. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അത് ഗ്രീഷ്മയ്ക്ക് നേരെ കോടതി വളപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഷാരോണിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ഇന്ന് കോടതി വളപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള ചാറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഷാരോൺ ഇവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അവസാന നിമിഷം വരെയും എൻ്റെ വാവ അങ്ങനെ ചെയ്യില്ലടാ എന്നാണ് ഷാരോൺ സഹോദരനോട് പറഞ്ഞത്. അതായത്, സഹോദരന് ചില സംശയങ്ങളൊക്കെ തോന്നിയപ്പോൾ തന്നെ ഈ ഷാരോണിന്റെ സഹോദരൻ ഗ്രീഷ്മയോട് പല ആവർത്തി ചോദിച്ചിരുന്നു, എന്ത് തരം കഷായമാണ് നീ അവന് കൊടുത്തത് എന്ന്. എനിക്കതിൻ്റെ പേരറിയില്ലടാ, അത് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു ആ സമയത്തും ഗ്രീഷ്മ ചെയ്തത്. എന്നാൽ ഷാരോൺ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു, വാവേ എനിക്ക് തീരെ വയ്യ, ഞാൻ ആശുപത്രിയിലേക്ക് പോകുകയാണ്, എനിക്ക് ഛർദിലാണ്, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രീഷ്മ തിരികെ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. ഇച്ചായ, ഞാനുണ്ട്, ഞാൻ ഒപ്പമുണ്ട്, പേടിക്കണ്ട, ആരും ഇല്ലെങ്കിലും ഞാനുണ്ടാകും, സുഖമായിരിക്കെ, പെട്ടെന്ന് തിരിച്ചു വാ, ഞാനിവിടെ കാത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ചാറ്റുകൾ. എത്രത്തോളം മൃഗീയമായിരുന്നു ഈ സ്ത്രീയുടെ മനസ്സ് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. അതായത്, കഷായം കൊടുത്ത് ഒരു പാവം ചെറുപ്പക്കാരനെ കൊല്ലാക്കൊല ചെയ്തു. എന്നിട്ട് അവസാന നിമിഷം വരെയും അവൻ്റെ മുൻപിൽ നാടകം കളി. അപ്പോൾ ഷാരോൺ ഇതിന് തിരികെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതായത്, ഗ്രീഷ്മ പറയുന്നുണ്ടല്ലോ ഞാൻ ഒപ്പമുണ്ട് എന്ന്. അതിന് ഷാരോൺ കൊടുക്കുന്ന മറുപടിയാണ്, വാവേ എനിക്കത് മതി എന്ന്. അതായത്, ആ നിമിഷം വരെയും അവൻ വിശ്വസിച്ചു അവൾ ഒപ്പമുണ്ടാകും എന്ന്. എന്നാൽ എപ്പോഴോ ആ 11ാമത്തെ ദിവസം ആ ഒരു നിമിഷത്തിലായിരിക്കാം ഷാരോണിന് പോലും തോന്നിയത് അവൾ എന്നെ ചതിച്ചോ എന്ന്. പക്ഷെ അപ്പോഴും ഷാരോൺ ആരോടും അത് പറയുന്നില്ല.
പോലീസുകാർ വരുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ഷാരോൺ ഈ കാര്യം വിട്ടു തുറന്ന് പറഞ്ഞില്ല. അവസാന നിമിഷം അച്ഛനോട് മാത്രമാണ് അത് വെളിപ്പെടുത്തുന്നത്. അതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ആ ഒരു അതായത് ഷാരോണിൻ്റെ അവസാന നിമിഷങ്ങളെല്ലാം തന്നെ കണ്ടും കേട്ടും അറിഞ്ഞ അവൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവൻ്റെ പ്രിയപ്പെട്ടവരും ഷാരോണിൻ്റെ ആരുമല്ലെങ്കിൽ കൂടിയും കേരളത്തിലെ എല്ലാവരും ഷാരോണിനൊപ്പം നിൽക്കുകയാണ്. അവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതിനൊക്കെ തന്നെ അവളെ വെച്ചേക്കരുത് എന്നുള്ള തരത്തിലൊക്കെയുള്ള മറുപടികളും കമൻറ്റുകളുമാണ് എല്ലാവരും രേഖപ്പെടുത്തുന്നത്. അത്രത്തോളം ഈ സ്ത്രീയെ അവർ വെറുത്തു കഴിഞ്ഞു. നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ ഞെട്ടിയ ഒരു കേസ് ജോളിയുടേതാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കിയത്, അത് സ്വത്തിന് വേണ്ടി. അതിനുശേഷം നമ്മൾ കേട്ടതാണ്, അതായത് സ്നേഹം നടിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ വിശ്വാസം നേടിയെടുത്ത് ഒടുവിൽ അവനെ ഇല്ലായ്മ ചെയ്യുന്നു. എത്രത്തോളം ക്രൂക്കഡ് മൈൻഡാണ് ഈ ഗ്രീഷ്മയ്ക്കുള്ളത്. ഈ ഗ്രീഷ്മയാണ് റാങ്ക് ഹോൾഡറാണ്, മിടുക്കിയാണ് എന്നൊക്കെ ആദ്യ സമയത്ത് ഇവരെ ചോദ്യം ചെയ്യലിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ പോലീസ് കൊടുത്ത മറുപടി. അന്ന് കേരളം വലിയ രീതിയിൽ പോലീസിനെതിരെ പൊട്ടിത്തെറിച്ചതാണ്. ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇവിടെ പ്രതിയെങ്കിൽ അവൻ മിടുക്കനാണോ റാങ്ക് ഹോൾഡറാണോ അതൊന്നും നിങ്ങൾ നോക്കില്ലല്ലോ. മാധ്യമങ്ങളും അവൻ്റെ കുടുംബക്കാരുടെ എല്ലാവരുടെയും പേരും വിവരങ്ങളും അഡ്രസ്സും എല്ലാം കൊടുത്ത് വാർത്ത കൊടുക്കില്ലേ. പക്ഷേ ഇവിടെ ഒരു പെണ്ണായതുകൊണ്ട് അവൾ മിടുക്കിയാണ്, റാങ്ക് ഹോൾഡറാണ്. പക്ഷേ അവൾ അതിനപ്പുറം ഒരു കൊലപാതകിയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അന്ന് തന്നെ വന്നതാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴും അവർക്ക് ചെയ്ത തെറ്റിൽ ഒരു പശ്ചാത്താപമില്ല. എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു നീക്കം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഷാരോണിൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കുകളുണ്ട്, ഇത് ദൈവത്തിൻ്റെ വിധിയാണ്, ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ വിധി പറഞ്ഞു എന്ന്. ആ അമ്മ കണ്ടതാണ് തൻ്റെ മകൻ്റെ അവസാന നിമിഷങ്ങൾ. അതായത് ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളി അടർന്ന് ഛർദ്ദിക്കുമ്പോൾ പുറത്തേക്ക് വരിക. അതായത് 11 ദിവസത്തോളം ഒരിറ്റു വെള്ളം കുടിക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയതിന് അവൻ മരണത്തിനപ്പുറം വേദനകൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ടാണ് ഒടുക്കം മരണപ്പെടുന്നത്. എന്നിട്ടും ഗ്രീഷ്മയുടെ നാടകം കളിയായിരുന്നു. ആ കുടുംബം പല ആവർത്തി അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ ഇച്ചായനെ കൊല്ലാൻ ഞാൻ കൂട്ടുനിൽക്കുമോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ സമയത്തെ ഓഡിയോ കോളുകളെല്ലാം തന്നെ പുറത്തു വന്നതാണല്ലോ. എന്തായാലും നല്ല ഒന്നാം തരം അഭിനേത്രിയാണ് ഗ്രീഷ്മ. കോടതിയിൽ പോലും വലിയ അഭിനയമായിരുന്നല്ലോ ഗ്രീഷ്മയുടേത്. അതായത് വിചാരണ നടക്കുമ്പോഴും ജഡ്ജി വിധി പറയുമ്പോഴും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അടവുകളാണ് ഗ്രീഷ്മ പുറത്തെടുത്തത്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. 24-കാരിയാണ്, ഇനി പഠിക്കാനുണ്ട് എന്നുള്ള അവരുടെ വാദങ്ങളൊന്നും തന്നെ കോടതി വിലക്കെടുത്തില്ല. കോടതി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, ഇവിടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ല, ചെയ്ത കുറ്റകൃത്യം മാത്രമാണ് കോടതിക്ക് മുൻപിലുള്ളത് എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.